നമസ്കാരം. മൂന്നാമത്തെ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത രാഹുൽ മാങ്കുടത്തിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വളരെ നാടകീയമായിട്ടാണ് പോലീസ് MLA കസ്റ്റഡിയിലെടുക്കുന്നതും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് തന്നെ രാഹുലിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചിരുന്നു. ഇന്നലെ ഉച്ച മുതൽ ഇത്തരത്തിൽ രാഹുലിനെ പോലീസ് നിരീക്ഷിക്കുകയായിരുന്നുവെന്നാണ് വിവരം. ഇതിനൊടുവിലാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന രാഹുലിനെ നിലവിൽ പത്തനംതിട്ട AR ക്യാമ്പിലാണ് എത്തിച്ചത്. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും അടക്കം 8 അംഗ സംഘമാണ് രാത്രി 12:30 പാലക്കാട്ടെ KPM ഹോട്ടലിൽ നിന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാവിലെയാണ് രാഹുൽ പാലക്കാട് എത്തിയത്. ഫ്ളാറ്റ് ഒഴിഞ്ഞ ശേഷം KPM ഹോട്ടലിലായിരുന്നു രാഹുലിന്റെ താമസം. രാഹുൽ എത്തിയ ഇന്നലെ മുതൽ പോലീസ് ഇവിടെ നിരീക്ഷിച്ചിരുന്നു. കൃത്യമായ പ്ലാനിങ്ങോടെയാണ് 2 ജീപ്പുകളിലായി എത്തിയ പോലീസ് സംഘം ഹോട്ടലിൽ നിന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. വിവരങ്ങൾ ചോരാതിരിക്കാനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തി. ഹോട്ടലിലെത്തിയ ഉടൻ തന്നെ പോലീസ് റിസപ്ഷൻ ജീവനക്കാരുടെ ഫോൺ പിടിച്ചെടുത്ത് അതുവഴി വിവരം ചോരാനുള്ള സാധ്യത തടഞ്ഞു. പോലീസ് എത്തുമ്പോൾ രാഹുലിന്റെ സ്റ്റാഫ് അംഗങ്ങൾ മുറിയിലുണ്ടായിരുന്നില്ല. വക്കീലിനെ കാണാൻ സമയം അനുവദിക്കണമെന്നതായിരുന്നു MLAയുടെ ആവശ്യം. എന്നാൽ പോലീസ് ഇത് അനുവദിച്ചില്ല. രാഹുലുമായി പുറത്തു കടന്ന സംഘം ഉടൻ തന്നെ പാലക്കാട് നഗരത്തിന് പുറത്തു കടന്നു. തുടർന്നാണ് MLA പത്തനംതിട്ടയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പുതിയ കേസോടെ രാഹുലിനെതിരെ നിലവിൽ 3 ബലാത്സംഗ കേസുകളാണുള്ളത്. പത്തനംതിട്ട ജില്ലക്കാരിയാണ് പുതിയ പരാതിക്കാരി. ഗർഭിണിയായ യുവതി ഭ്രൂണത്തിന്റെ DNA പരിശോധനയ്ക്ക് ഒരുങ്ങിയെന്നും ലാബ് രാഹുലിനോട് സാമ്പിൾ ആവശ്യപ്പെട്ടുവെന്നുമാണ് യുവതിയുടെ മൊഴി. പക്ഷേ DNA പരിശോധനയോട് രാഹുൽ സഹകരിച്ചില്ല. ഇതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും പരാതിക്കാരി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. രാത്രി 10 മണി മുതൽ പാലക്കാട് ജില്ലയിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ഫോണിൽ കിട്ടിയിരുന്നില്ല. രാഹുലിന്റെ ഡ്രൈവറും സഹായിയും ഉൾപ്പെടെ പോയ ശേഷമായിരുന്നു പോലീസിന്റെ നടപടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു രാഹുലിനെതിരായ പോലീസിന്റെ ആദ്യ നീക്കം. 2024 നവംബർ 5-ന് അർദ്ധരാത്രി നീലപ്പെട്ടിയിൽ പണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇതേ ഹോട്ടലിൽ കോൺഗ്രസ് നേതാക്കളുടെ മുറികളിൽ മുൻപ് പോലീസ് പരിശോധന നടത്തിയത്. അന്ന് ഒന്നും കിട്ടിയിരുന്നില്ല. രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനുമായിരുന്നില്ല. അന്ന് പോലീസ് നാണം കെടുകയും ചെയ്തു. എന്നാൽ ഇത്തവണ പോലീസിന്റെ നീക്കം പഴുതടച്ചായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവർ അറസ്റ്റിലായതടക്കമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കമാണ് രാഹുലിന്റെ അറസ്റ്റും നടപടികളുമെന്നാണ് ഉയരുന്ന ആക്ഷേപം. അതേസമയം യുവതിയെ ബലാത്സംഗം ചെയ്ത് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിച്ചെന്ന ആദ്യ കേസിൽ രാഹുൽ മാങ്കുടത്തിൽ MLAയുടെ അറസ്റ്റ് തടഞ്ഞ നടപടി ഹൈക്കോടതി നീട്ടിയിരുന്നു. ഈ മാസം 21-ാം തീയതി വരെയായിരുന്നു അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശം നൽകിയത്. ഈ കേസ് 21-ന് പരിഗണിക്കും. അതേസമയം കേസിൽ പരാതിക്കാരിയും കക്ഷി ചേർത്തിരുന്നു. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നതായിരുന്നു പരാതിക്കാരിയുടെ ആവശ്യം. കേസിൽ പരാതിക്കാരിയായി തനിക്ക് നേരെ വലിയ സൈബർ ആക്രമണം നടക്കുകയാണെന്നും ഹർജിയിൽ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ കോടതിയെ അറിയിക്കാനുണ്ടെന്നായിരുന്നു പരാതിക്കാരി കോടതിയെ അറിയിച്ചിരുന്നത്. ഹർജി പരിഗണിച്ച് കക്ഷി ചേരാൻ അനുമതി നൽകിയ കോടതി വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആദ്യ പരാതിക്കാരിക്ക് സമയം അനുവദിക്കായിരുന്നു. തന്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമേ രാഹുൽ മാങ്കുടത്തിന് മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി തീരുമാനമെടുക്കാവൂ എന്നായിരുന്നു പരാതിക്കാരി ചൂണ്ടിക്കാട്ടിയത്. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് തമ്മിലുണ്ടായതെന്നും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്നത് കെട്ടിച്ചമച്ച കഥയെന്നുമാണ് രാഹുൽ മാങ്കുടത്തിന്റെ വാദം.